നമ്മളിപ്പോൾ ഉള്ളത് കോവളത്താണ് കേട്ടോ. കോവളം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അക്സസ് ചെയ്യണം, അതായത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ദൂരമൊന്നുമില്ല, 10 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളൊരു വീക്കെൻഡാണ്, സാറ്റർഡേ ഈവനിങ് ഞങ്ങൾ ഫാമിലിയായിട്ട് കോവളം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. കോവളം എന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ അല്ലേ. ഒരു കാലത്ത് കേരളത്തിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ കോവളവും തേക്കടിയും പിന്നെ മലമ്പുഴ ഡാമും ഒക്കെ മാത്രമായിരുന്നു. വിദേശ ടൂറിസ്റ്റുകൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്നിരുന്ന സ്ഥലമായിരുന്നു കോവളം. ഇപ്പോഴും വിദേശികൾ ധാരാളമായി തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് വരുന്ന ആരും തന്നെ മിസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഉറപ്പായും വന്ന് കാണുന്ന മനോഹരമായ ബീച്ചാണ് കോവളം ബീച്ച്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും കഷ്ടിച്ച് 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ കോവളം ബീച്ചിലേക്ക്. വൈകിട്ട് 4:30 മണിയോടെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഞായറാഴ്ച ആയതിനാൽ തന്നെ റോഡിൽ തിരക്ക് വളരെ കുറവായിരുന്നു. തിരുവല്ലത്തെത്തി അവിടെ നിന്നും പാച്ചല്ലൂർ വഴിയാണ് ഞങ്ങൾ ഹൈവേയിൽ കയറിയത്. ഈ കാണുന്നതാണ് പാച്ചല്ലൂർ ജംഗ്ഷൻ. ഇവിടെയാണ് പ്രസിദ്ധമായ പാച്ചല്ലൂർ ദേവീക്ഷേത്രം. ഉത്സവം നടക്കുകയാണെന്ന് തോന്നുന്നു. അമ്പലവും റോഡുമെല്ലാം കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴക്കൂട്ടം കാരോട് ഹൈവേയിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ നടന്നു വന്നിരുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന്റെ വലിയൊരു പരസ്യമാണ് നമ്മളീ കാണുന്നത്. നമ്മളീ കാണുന്ന കോവളം ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് അല്പദൂരം കൂടി പോകണം ബീച്ചിലേക്ക്. ഇനി അങ്ങോട്ട് റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ഒക്കെ പരസ്യ ബോർഡുകളുടെ പ്രളയമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും കോവളത്ത് വരുമ്പോൾ സ്കൂബ ഡൈവിംഗ്, പാരാസെയിലിംഗ് എന്നീ ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തി. ഇനി കാർ ഒന്ന് പാർക്ക് ചെയ്യണം. ഇപ്പോൾ സമയം 5 മണി ആകുന്നേ ഉള്ളൂ കേട്ടോ. ബീച്ചിൽ തിരക്ക് നന്നേ കുറവാണ്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു. പക്ഷേ പാർക്ക് ചെയ്ത സ്ഥലത്തിന് നേരെ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. തെങ്ങ് ചതിക്കുവോ ആവോ. കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല, പ്രത്യേകിച്ച് യാത്രയൊന്നും പോയിരുന്നില്ല. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ ആ ഒരു യാത്ര സീരീസിന്, അതായത് ഇല്ലിക്കൽ കല്ലിയും ഇലിവീഴ പുഞ്ചിറയും വീഡിയോയ്ക്ക് ശേഷം ഞങ്ങൾ 1-2 ഫുഡ് സ്പോട്ട് ട്രിവാൻഡ്രത്തെ, അതായത് ഒത്തിരി ആൾക്കാർ ഒരുപാട് പേരെ അറിയുന്ന സ്ഥലങ്ങൾ തന്നെയാണ്, എന്നാലും അത് അറിയാത്തവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 1-2 ഫുഡ് സ്പോട്ടും കൂടി വീഡിയോ ചെയ്തിരുന്നു. അത് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫുഡ് സ്പോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ 2 രൂപ പോയി. ഞങ്ങൾ 2 വീലറിൽ ഞങ്ങൾ 2 രൂപ മാത്രമാണ് പോകുന്നത്. കുട്ടികളെയൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് പരാതിയായിരുന്നു, അവരെ പുറത്ത് കൊണ്ടുപോകുന്നില്ല, അവർക്ക് പോകാനൊരു അവസരം കിട്ടുന്നില്ല. ഇപ്പം 2-3 ആഴ്ചയായിട്ട് സാറ്റർഡേ ഒക്കെ ക്ലാസ് ഉണ്ടായിരുന്നു, പിയാനോ ക്ലാസ്സും, അങ്ങനെ അവരും തിരക്കിലായിരുന്നു. അങ്ങനെ ഇന്ന് കടൽ കാണാനും കടൽ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനും ഒക്കെ ആയിട്ടാണ് കല്ലുവും പൊന്നും കൂടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗ്രോ ബീച്ചാണ് കേട്ടോ. പക്ഷേ ഇത് ലോക്കലി കോവളം ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ, കോവളത്ത് 3-4 ബീച്ചുകളുണ്ട്. അതായത് ഹവ ബീച്ച്, ഗ്രോ ബീച്ച്, ലൈറ്റ് ഹൗസ് ബീച്ച്, അങ്ങനെ കുറേ ബീച്ചുകളുണ്ട് കേട്ടോ. അതിൽ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഗ്രോ ബീച്ച് എന്ന് കാണുന്ന ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ സാധാരണ ടൂറിസ്റ്റുകൾ, അതായത് വിദേശികളുണ്ടല്ലോ, അവരുടെ തിരക്ക് കുറവാണ്. എന്നാലും ഉണ്ട് കേട്ടോ, നമ്മുടെ ചുറ്റുപാടും കുറേ ഹോട്ടൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഹോം സ്റ്റേ,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്ന് സൺബാത്ത് ചെയ്യുന്നുണ്ട്, കടലിറങ്ങി കുളിക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബീച്ച് വന്നാൽ നമുക്ക് വേറെ കുറേ എക്സ്പീരിയൻസ് കിട്ടും. അതായത് എന്താണെന്നറിയോ, സ്കൂബ ഡൈവിങ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കയാക്കിംഗ്, അതുപോലെ പാരാസെയിലിംഗ്, പിന്നെ സ്പീഡ് ബോട്ടിൽ ഈ കടലിൽ കൂടെയൊക്കെ അത് പല പാക്കേജ് ആട്ടോ, പല റേറ്റിൽ പല പാക്കേജായിട്ട് ചെയ്ത് സ്പീഡ് ബോട്ടിലെ യാത്ര, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് പേര് കടലിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് രണ്ടുപേരും ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുക കേട്ടോ, കടലിൽ ഇറങ്ങാൻ വേണ്ടി. ഏത് നിമിഷം കടലിലേക്ക് എടുത്ത് ചാടും എന്നുള്ള കണ്ടീഷനാണ്. ഒരുപാട് സ്കൂളുകളിൽ നിന്നൊക്കെ ഒത്തിരി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്കൂൾ ബസ്സൊക്കെ അവിടെ എന്താ പറയുക പാർക്കിങ്ങിലുണ്ട്. അങ്ങനെ കുട്ടികളും വലിയവരും എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബീച്ചിൽ. ഇനിയിപ്പോൾ നോക്കട്ടെ, കല്ലും പൊന്നും ഇപ്പം ചാടുമായിരിക്കും വെള്ളത്തിലേക്ക്. അങ്ങനത്തെ കടലിലേക്ക് ഇറങ്ങാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് രണ്ടുപേരും തുള്ളി ചാടി വരുന്നുണ്ട്. വെള്ളത്തിൽ ചാടാൻ പോവാണോ? കുറേ നേരം കടൽവെള്ളത്തിലൊക്കെ കളിച്ച് കടലിലിറങ്ങി മണ്ണുവാരി കളിച്ചുമൊക്കെ സമയം ഇപ്പം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 6:30 കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന കാര്യം അധികം ബുദ്ധിമുട്ടാണ്. കാരണം വേറൊന്നുമല്ല, ലൈറ്റ്സിൻ്റെ ഒക്കെ കുറവ് കാരണം തന്നെ കടലിലോട്ടൊന്നും ഇറങ്ങാൻ അവരധികം സമ്മതിക്കില്ല. ഇരുട്ടായി ഇറങ്ങിക്കഴിഞ്ഞാലും എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ പെട്ടെന്നൊന്നും ശ്രദ്ധയപ്പെടില്ല. അതുകൊണ്ട് ലൈഫ് ഗാർഡ്സൊക്കെ വന്ന് എല്ലാവരും ഇങ്ങനെ കരയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, സൺസെറ്റൊക്കെ കഴിഞ്ഞു, സൂര്യനിങ്ങനെ കടലിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കോവളം ബീച്ചിലെ കാഴ്ചകളൊക്കെ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.